നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായിക്കും സർക്കാരിനും വൻ തിരിച്ചടിയായി സെൻകുമാറിന് അനുകൂലമായി വിധി. പോലീസ് മേധാവിയായി സെൻകുമാറിനെ തിരികെ നിയമിക്കണമെന്ന് സുപ്രീംകോടതി. സർക്കാർ നിരത്തിയ വാദങ്ങൾ കോടതി തള്ളി. പുറ്റിങ്ങൽ ജിഷ കേസുകളിലെ ആരോപണങ്ങൾ സെൻകുമാറിനെ കുടുക്കാൻ. ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളെന്നും സുപ്രീംകോടതി. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാരിന് രൂക്ഷ വിമർശം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും പീഡിപ്പിക്കപ്പെടരുതെന്ന് സെൻകുമാർ. വിധി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെന്ന് VS. കോടതി പറയുന്നത് നമുക്കൊക്കെ നിഷേധിക്കാനൊക്കുമോ? കോടതിയുടെ വിധിയല്ലേ. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതിയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പൊമ്പിള ഒരുമയ്ക്കെതിരായ പ്രസ്താവനയിൽ മണിക്കെതിരെ കേസ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേസെടുക്കാൻ പോലീസിനും നിർദ്ദേശം. മാപ്പ് പറയില്ലെന്ന് മന്ത്രി മണി. മാപ്പ് പറയും വരെ സമരമെന്ന് പൊമ്പിള ഒരുമൈ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മന്ത്രിമാർ ജാഗ്രത കാണിക്കണമെന്ന് സുധാകർ റെഡ്ഡി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 26 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 6 ജവാന്മാരെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഏറ്റുമുട്ടൽ അവസാനിക്കാതെ കശ്മീരിൽ സമാധാന ചർച്ചകൾ സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. പാറ്റൂർ ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടന്നതായി അന്വേഷണ സംഘം. ക്രമക്കേട് ആധാരം രജിസ്റ്റർ ചെയ്തതിൽ അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം സമർപ്പിക്കാൻ കോടതി. സെൻകുമാറിലെ പാഠം സംസ്ഥാന സർക്കാർ പഠിക്കുമോ? TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി തിരികെ നിയമിക്കണമെന്ന് സുപ്രീംകോടതി. സെൻകുമാറിനെ മാറ്റിയ നടപടി അന്യായവും ഏകപക്ഷീയവുമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതവുമാകാം. ജൂൺ അവസാനം വിരമിക്കേണ്ടതിനാൽ 1 വർഷത്തേക്ക് കാലാവധി നീട്ടി നൽകണമെന്ന സെൻകുമാറിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് നീക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെയും ഹൈക്കോടതിയുടെയും കണ്ടെത്തലുകൾ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി വിധി. പുറ്റിങ്ങൽ ജിഷ കേസുകളുടെ പേരിൽ സെൻകുമാറിനെ മാറ്റാൻ കാരണം കണ്ടെത്തുകയായിരുന്നു സർക്കാരെന്ന് വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ പറഞ്ഞു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ഏപ്രിൽ 13 തയ്യാറാക്കിയ കുറിപ്പിൽ സെൻകുമാറിന്റെ വീഴ്ച പരാമർശിച്ചിട്ടില്ല. എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തി അടുത്ത ദിവസം സെൻകുമാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് പൊടുന്നനെ പൊങ്ങിവന്നു. ഇത് അസ്വസ്ഥപ്പെടുത്തുന്ന നടപടിയാണ്. ഈ കുറിപ്പുകളിൽ പരാമർശിക്കുന്ന സെൻകുമാറിനെതിരായ ജനങ്ങളുടെ അതൃപ്തി 1 മാസമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് കോടതി ആരാഞ്ഞു. സെൻകുമാറിനെ DGP സ്ഥാനത്ത് വീണ്ടും നിയമിക്കാൻ ഉത്തരവിട്ട സുപ്രീംകോടതി 1 വർഷത്തേക്ക് സർവീസ് കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. അതുകൊണ്ടുതന്നെ ജൂൺ അവസാനം വിരമിക്കുന്നതുവരെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാനാകൂ. സുപ്രീം കോടതിയിലെ നേരത്തെ ഒരു വിധിയായിട്ടുള്ള പ്രകാശ് സിംഗ് അടിസ്ഥാനത്തിൽ ഒരു DGPയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം എന്നുള്ള മിനിമം ടെന്യൂർ DGPക്ക് വേണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ആക്ട് 2011 ഉണ്ടാക്കിയപ്പോൾ 2 വർഷം എന്നുള്ള ഒരു ടെന്യൂർ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിൽ റിട്ടയർമെന്റ് ഏജ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് പോകണം എന്നുള്ളതാണ് കേരള പോലീസ് ആക്ട് പറയുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു വ്യക്തതയില്ല ഇപ്പോഴും. പക്ഷേ നമ്മൾ പറഞ്ഞത് നമ്മളെ അകാരണമായിട്ടും നിയമപരമായി അല്ലാതെ നമ്മളെ മാറ്റിയിട്ടുള്ളത് എന്നുള്ളതും ഉള്ളത് കൊണ്ടാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നയുടൻ ജിഷ പുറ്റിങ്ങൽ കേസുകളിൽ വീഴ്ചയുണ്ടായെന്നും ഉത്തരവാദി സെൻകുമാറാണെന്നും നിലപാട് വന്നു. ഇത് പരിഗണിക്കുമ്പോൾ സ്ഥാനമാറ്റം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സെൻകുമാറിന്റെ വാദം അംഗീകരിക്കേണ്ടി വരുമെന്ന് വിധിന്യായത്തിൽ പറയുന്നു. പുറ്റിങ്ങൽ കേസിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംവിധാനത്തിനാണ്. DGP സ്ഥാനത്തേക്കുള്ള സെൻകുമാറിന്റെ നിയമനം ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ലെന്ന വാദം സർക്കാരിനെ വെട്ടിലാക്കി. ഇത്തരത്തിൽ നിയമം ലംഘിച്ചാണ് ഉന്നത നിയമനങ്ങൾ നടത്തുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ സഹായിക്കാൻ ആർക്കുമാകില്ലെന്നാണ് ഇതേപ്പറ്റിയുള്ള കോടതിയുടെ പരാമർശം. പോലീസിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന കൃത്യമായ സന്ദേശമാണ് സെൻകുമാർ കേസിലെ വിധിയിലൂടെ സുപ്രീംകോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടുതന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGP നിയമനങ്ങളിലടക്കം വിധി സ്വാധീനം ചെലുത്തും. സുപ്രീംകോടതിയിൽ നിന്നും M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. CPM നേതാവ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് നിന്നും.
കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ മൂന്നാറിൽ നിന്ന്, BJP നേതാവ് ശ്രീ VV രാജേഷ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ടെലിഫോണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ MB ഗോവിന്ദൻ മാസ്റ്റർ, ഇനിയിപ്പോൾ മറ്റ് പഴുതുകളൊന്നുമില്ലല്ലോ. സുപ്രീം കോടതി അന്തിമമായ വിധി പറഞ്ഞിരിക്കുന്നു. എപ്പോഴത്തേക്ക് സെൻകുമാർ DGP സ്ഥാനത്തേക്ക് തിരിച്ചെത്തും? ലോക്നാഥ് ബെഹ്റയെ ഏത് സ്ഥാനത്തേക്ക് മാറ്റും? അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ആലോചന നടന്നു എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ തീയതിയൊക്കെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രാം തീയതിക്ക് മുമ്പായിട്ട് നിശ്ചയിക്കണം എന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാവകാശമുണ്ട്. തീർച്ചയായിട്ടും നിയമവൃത്തങ്ങളെല്ലാമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പൊതുവെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുള്ള കാര്യമല്ല. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊന്നും ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടുന്ന സ്ഥിതിയിലല്ലല്ലോ. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയുകയും ചെയ്യില്ല. ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ പറയുകയും ചെയ്യാം. തീയതി നിശ്ചയിച്ച് ഇന്ന ദിവസം ബെഹ്റയെ ഒഴിവാക്കും, ഇന്ന ദിവസം ആണ് ഇവിടെ ചാലെടുക്കാൻ പോകുന്നത് എന്ന് പറയാനായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ രേഖ ചുരുക്കം. ശ്രീ MB ഗോവിന്ദൻ മാസ്റ്റർ, പക്ഷേ ഇനി അദ്ദേഹം DGP സ്ഥാനത്തേക്ക് വരണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം അത് സുപ്രീം കോടതി ഖണ്ഡിതമായി വിധി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യം നിയമസഭയ്ക്കകത്ത് അടക്കം ഞങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചയാളാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ആൾ, ഈ പ്രതിപക്ഷമായ UDF-ന്റെ മാത്രമല്ല അവർക്കും അപ്പുറവും കടന്ന് മറ്റൊരു രാഷ്ട്രീയ സംഘത്തിന്റെ ആളായി മാറിയിട്ടുള്ള ആൾ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത്, നിങ്ങളുടെ നയനിലപാടുകൾ നടപ്പാക്കേണ്ടുന്ന സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുക, പോലീസ് തലവനായിട്ടിരിക്കുക എന്ന അതിവിചിത്രമായിട്ടുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്നാണല്ലോ വസ്തുത. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ സംഘം എന്ന നിലയിൽ ഭരണം നേരാംവണ്ണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് നേരാംവണ്ണമായി തോന്നുന്ന വിധത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരും ആ രാഷ്ട്രീയ പക്ഷവും, താങ്കളുടെ രാഷ്ട്രീയ പക്ഷവും ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ നീക്കിക്കളയാൻ എന്തെങ്കിലും തരത്തിലുള്ള പഴുതുകളുണ്ടോ? നിയമപരമായിട്ടുള്ള പോരാട്ടം ആ വഴിക്ക് നടത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയല്ല ഞങ്ങളിത് കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അസംബ്ലിയിൽ കൃത്യമായിട്ട് പറഞ്ഞത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുണ്ട്. അത് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ UDF മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ളത് ഒന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിക്കകത്ത് സെൻകുമാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് CPM-നെതിരായ കടന്നാക്രമമാണ് രാഷ്ട്രീയമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഒരു പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുമ്പിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന അർത്ഥം വരത്തക്ക രീതിയിൽ സഖാവ് P. ജയരാജന്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യവാങ്മൂലം കൊടുക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അത് സംബന്ധിച്ച് കൃത്യതയോടുകൂടി മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം എടുത്ത നിലപാടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിയമവിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന രീതിയിൽ ഗവൺമെന്റിന്റെ നിലപാടുകളും നയങ്ങളുമാണ് നടപ്പിലാക്കേണ്ടി വരിക. അതാരായാലും X or Y, അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പോലീസുകാർക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവർക്ക് ഭരണവർഗ നിലപാടിനോടൊപ്പം നിൽക്കുന്ന സമീപനമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുള്ള ആ ചുമതലകൾ നിർവഹിക്കാൻ അവർ ബാധ്യതപ്പെടുന്നില്ലേ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. അതെല്ലാം ഉണ്ടെങ്കിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് എടുക്കേണ്ടുന്ന നിലപാടുകൾ, നയങ്ങൾ, ആ നയം ഗവൺമെന്റ് സ്വരൂപിക്കുന്ന നയമാണ്. അതിനനുസരിച്ചുകൊണ്ട് മാത്രമേ ആരായാലും ഏത് ഉദ്യോഗസ്ഥനായാലും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കോടതിയിൽ പറയുന്നതനുസരിച്ചോ അസംബ്ലിയിൽ പറയുന്നതിനനുസരിച്ചോ നിലപാട് സ്വീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല എന്ന് പച്ച മലയാളം. ഞാൻ തിരിച്ചു വരാം ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, മറ്റ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തെ ആ സ്ഥാനത്തെത്തുന്നതിൽ തടയാൻ ചെയ്യാൻ സാധിക്കുമോ നിയമപരമായിട്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എല്ലാത്തരം ആലോചനകളും നടത്തും എന്നാണല്ലോ ആ ഭാഗത്തുനിന്ന് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധിയെ മാനിക്കേണ്ട രീതിയിൽ മാനിക്കുകയും വേണം.
ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ബാക്കിയുണ്ടോ അദ്ദേഹത്തെ തടയാൻ ആ സ്ഥാനത്തെത്തുന്നതിൽ നിന്ന്? അല്ല, അദ്ദേഹത്തെ എന്തിന്റെ അടിസ്ഥാനത്തിൽ തടയാൻ കഴിയും? സുപ്രീം കോടതി എന്ന് പറഞ്ഞ പരമോന്നത നീതിപീഠമാണ്. അതിന്റെ മീതെ വേറെ കോടതിയില്ല. ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് സംസ്ഥാന സർക്കാർ. വേണമെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അത് കോടതി ഓപ്പൺ കോർട്ടിൽ വിളിക്കാൻ പോലുമില്ല. ജഡ്ജിമാർ അവരുടെ ചേംബറിൽ ഇരുന്ന് വായിച്ച് അവിടെ വെച്ച് തന്നെ തള്ളുകയും ചെയ്യും. നമ്മൾ പല കേസിലും കണ്ടാണല്ലോ. ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസിൽ മാത്രമാണ് റിവ്യൂ പെറ്റീഷൻ കോടതി ഓപ്പൺ കോർട്ടിൽ കേൾക്കുന്നത്. അത് തന്നെ വളരെ സമീപകാലത്ത് തുടങ്ങിയ ചടങ്ങാണ്. അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇവരുടെ സമയം കുറച്ചുകൂടി 10-15 ദിവസം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സർക്കാരിനെ സംബന്ധിച്ചുള്ള ചെയ്യാവുന്ന ഏറ്റവും പെട്ടെന്ന് സെൻകുമാറിനെ വിളിച്ചു വരുത്തി ആ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേര അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്, അധികം അപഹേളിതമാകുന്നതിന് മുമ്പ്. കാരണം ഇത് എത്ര ദിവസം നീളുന്നു അത്രത്തോളം സർക്കാർ പരിഹാസ്യമാകും. ശ്രീ സെൻകുമാറിനെ സംബന്ധിച്ചുള്ള എനിക്ക് അദ്ദേഹമായിട്ട് 21 കൊല്ലത്തെ പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ അടുത്തു നിന്നും അകലെ നിന്നും കണ്ടിട്ടുള്ള ആളാണ്. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത്രയും സുദീർഘമായ സർവീസിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഒരാരോപണം പോലും ഉണ്ടായിട്ടില്ല. ഒരു പൈസ കൈക്കൂലി വാങ്ങിച്ചിരുന്ന ആളല്ല. ഒരു തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ടോമിൻ തച്ചങ്കരിയെ പോലെ 6 മാസം സസ്പെൻഷനും 6 മാസം സർവീസുമായിട്ട് പോകുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട്? സസ്പെൻഷനിൽ കഴിയുകയും ക്രിമിനൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ തിരിച്ചു വന്ന ആളുകളില്ലേ? ഇവിടെ ഞാൻ പറയട്ടെ, കേരളം ഇത്ര വലിയ സിദ്ധാന്തം പറഞ്ഞ ആളുകളില്ലേ? ഗോവിന്ദൻ മാഷിനെ അറിയാമെന്ന് എനിക്കറിയില്ല. കൊല്ലത്തെ മാതൃഭൂമി ലേഖകനായിരുന്ന ഉണ്ണിത്താനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി അദ്ദേഹത്തെ നിങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും സർക്കാർ സർവീസിൽ തിരിച്ചെടുത്തത് മാത്രമല്ല, പോലീസ് സൂപ്രണ്ടായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റിയുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിൽ 8 കഴിഞ്ഞിട്ട് 8A ആയിട്ട് ഇദ്ദേഹത്തിന്റെ പേര് അടിച്ചു ചേർത്തിരിക്കുകയാണ്. ഇതിനൊന്നും ആർക്കും യാതൊരു വിഷമവുമില്ല. സെൻകുമാറിനെ പോലെ സത്യസന്ധനായ കാര്യപ്രാപ്തിയുള്ള കർമ്മകുശലനായ ഒരു ഉദ്യോഗസ്ഥനെ അത് ചീഫ് സെക്രട്ടറിയുടെ കള്ള റിപ്പോർട്ടിന്റെ പേരിൽ ആ സ്ത്രീയാണ് പാതാളത്തിലേക്ക് ചവിട്ടി താത്തേണ്ടത്. അവരുടെ റിപ്പോർട്ട് സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ഞാൻ വായിച്ചു. 97 പാരഗ്രാഫുള്ള ആ ജഡ്ജ്മെന്റ്, 56 പേജുള്ള ജഡ്ജ്മെന്റ് പൂർണ്ണമായിട്ട് വായിച്ച ആളാണ്. അതിൽ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അവരുടെ ആ വ്യാജ റിപ്പോർട്ട്, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ റിപ്പോർട്ടൊക്കെ, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ തലേ ദിവസം വരെ, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ ആഭ്യന്തര വകുപ്പിനോ ആഭ്യന്തര സെക്രട്ടറിക്കോ മറ്റാർക്കെങ്കിലുമോ സെൻകുമാറിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചോ ഒരു സംശയമില്ല. പെട്ടെന്ന് ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആയിട്ടിരിക്കുന്ന നളിനി നെറ്റ്വർക്ക് ബോധോദയം ഉണ്ടാകുകയാണ്. അവർ ഏത് മുരിക്കിന്റെ ഉള്ളിലിരുന്നപ്പോഴാണ് ബോധോദയം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നീക്കം ചെയ്തത്. അതിന്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ ഫയലിൽ എഴുതുന്നു, ഇവനെ തട്ടിക്കളയുക, കഴുത്ത് വെട്ടിക്കളയാൻ പറഞ്ഞില്ല, ഭാഗ്യം. അങ്ങനെയാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തത്. സെൻകുമാർ എന്നെ പോലെ യോഗ്യനായ ഒരു ഉദ്യോഗസ്ഥൻ വേണമെങ്കിൽ അപമാനം സഹിച്ച് അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകാമായിരുന്നു. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് മേധാവി നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നത്. അത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. സത്യത്തിൽ ഗോവിന്ദൻ മാഷെ നമ്മളൊക്കെ ലജ്ജിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്ര അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? എന്നിട്ട് അദ്ദേഹം RSSകാരനാണെന്ന് പറയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഗോവിന്ദൻ മാഷിന് ഒരുപക്ഷെ അറിയാൻ R ബാലകൃഷ്ണപിള്ള ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇപ്പൊ അദ്ദേഹം നമ്മുടെ മുന്നണിയുടെ ഭാഗമാണ്. നിങ്ങൾ ആ ബാലകൃഷ്ണപിള്ളയോട് ചോദിച്ചു നോക്കൂ. പണ്ട് ബാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ഗുരുദാസിനോട് ചോദിച്ചു നോക്കൂ. ഈ സെൻകുമാർ കൊല്ലത്ത് പോലീസ് സൂപ്രണ്ടായിരുന്ന കാലത്ത് ബാലകൃഷ്ണപിള്ള ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. എന്താണെന്നറിയോ? ഈ സെൻകുമാർ എന്ന് പറഞ്ഞ ആള് ഒരു മാർക്സിസ്റ്റുകാരനാണ്. ഇയാളെ പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലും PK ഗുരുദാസിനെ പോലീസ് സൂപ്രണ്ടിന്റെ കസേരയിൽ വിടുത്തുകയാണെങ്കിൽ കുറെ കൂടി നീതിപൂർവ്വമായിട്ട് കാര്യങ്ങൾ നടക്കുന്ന പറഞ്ഞ്. അത് ബാലകൃഷ്ണപിള്ളയുടെ അന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത്രയും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. അയാൾ വെറുതെ ആക്ഷേപിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? നിയമസഭയിൽ എന്ത് തോന്നിവാസവും പറയാന്നാണ് ഇല്ലേ? നമ്മളൊക്കെ പറയില്ലേ, നിയമസഭയിൽ പറഞ്ഞ ഭാഷ പുറത്തു പറയുന്നില്ലേ? നിയമസഭയിലാണ് പറഞ്ഞത്. എങ്കിൽ പോലും സത്യത്തോടെ എന്തെങ്കിലും പ്രതിബദ്ധത വേണ്ടേ മുഖ്യമന്ത്രിക്ക്? ഇതൊക്കെ വളരെ മോശമാണ് ഗോവിന്ദൻ മാഷെ, വളരെ മോശമാണ്. ഇങ്ങനെയൊന്നും ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ പാടില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഇക്കണ്ട സർവീസിനിടയ്ക്ക് യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത ഒരാളെ കൈക്കല കൂടാതെ എടുത്ത് കളയാണ്. എന്നിട്ട് സുപ്രീം കോടതി പോയി വന്നപ്പോൾ ഇനി എല്ലാ സാധ്യതകളും ആലോചിക്കും. നാണമാവില്ലേ നിങ്ങൾക്ക്? നാണമാവില്ലേ? ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ജയശങ്കർ, ആ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും MP ഗോവിന്ദൻ മാസ്റ്റർ ഉത്തരമുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീമതി ബിന്ദു കൃഷ്ണ
അങ്ങേയറ്റം അപമാനകരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് രാഷ്ട്രീയത്തിന്റെ എതിർപക്ഷത്ത് നിന്ന്, സർക്കാരിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളും ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയും വിമർശിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ നിയമനങ്ങൾ നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കുകയില്ല എന്ന മറ്റുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട്. എങ്ങനെയാണ് വ്യാജരേഖ പോലുള്ള ചില ഘട്ടങ്ങളിൽ ചില ഫയലുകൾ പൊങ്ങി വരുന്നത് എന്നത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വസ്തുതയാണ് എന്ന് സുപ്രീം കോടതി ആ വിധിയിൽ പറയുന്നുണ്ട്. അങ്ങേയറ്റം ചരിത്രപരമായിരിക്കുന്ന ഒരു വിധി, ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ ഒതുക്കിക്കളഞ്ഞ പ്രതികാര നടപടി സ്വീകരിച്ചതിലുള്ള രോഷം പ്രകടിപ്പിക്കുന്ന വിധി ഉണ്ടായിരിക്കുന്നു. ഏത് നിലക്ക് സംസ്ഥാന സർക്കാരിന് അപമാനകരമാണ്? സംസ്ഥാന സർക്കാർ എന്താണ് ഇനി ചെയ്യേണ്ടത്? തലയിൽ മുണ്ടിട്ടല്ലാതെ ശ്രീ പിണറായി വിജയന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് രാഷ്ട്രീയത്തിനപ്പുറത്തുനിന്ന് ചിന്തിച്ചാൽ പൗരബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. ഇതിന്റെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സത്യം എന്നായാലും ജയിക്കും. സത്യം ഇന്ന് ജയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഉരകല്ലാണ് കോടതി എന്നതും കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനോ അഹങ്കാരത്തിനോ താൻപോരിമയ്ക്കോ ഒന്നും ഒരിടമുണ്ടാകില്ല. ജനാധിപത്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് അസത്യമായ കാര്യങ്ങളിലൂടെ കഴിവുറ്റ ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കാൻ കള്ളക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിലെ ഏറ്റവും പ്രധാനം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ശ്രീ സെൻകുമാറിന്റെ പ്രവർത്തനം ജനങ്ങളിൽ പോലീസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കി എന്ന് പറയുന്നു. ജിഷ കേസിലും അത് തന്നെ ഉണ്ടായി എന്ന് പറയുന്നു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി നളിനി നെറ്റോ ഏപ്രിൽ 13 റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ അന്നത്തെ DGP സെൻകുമാറിനെതിരായിട്ട് ഒരു വരി പോലും ഇല്ല. പിന്നെ എങ്ങനെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേരളത്തിലെ പോലീസ് ചീഫിന് അദ്ദേഹത്തിന് വീഴ്ച പറ്റി എന്ന റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ഇതൊന്നുമല്ല കാര്യം. ഈ ശ്രീ സെൻകുമാറിനെ മാറ്റിയിട്ട് കൊണ്ടുവന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ കേരളത്തിലെ പോലീസിന് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതൊരൊന്നൊന്നര മാറ്റം തന്നെയാണ്. കേരള പോലീസ് ഇത്രത്തോളം ദയനീയമായ പെർഫോമൻസ് നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഓരോ കേസിലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും പോലീസിന് വീഴ്ച പറ്റി എന്ന് നേത്തമിടേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ കൂടി വേണം സുപ്രീം കോടതിയുടെ വിധിയെ നാം നോക്കിക്കാണേണ്ടത്. സാധാരണഗതിയിൽ കഴിഞ്ഞ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ DGP LDF നിയമിച്ച ആളിനെ ഞങ്ങളുടെ ഗവൺമെന്റ് മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റേണ്ട സാഹചര്യമില്ല. ഭരണമാറ്റമുണ്ടാകും. ഇതുപോലുള്ള താക്കോൽ സ്ഥാനങ്ങളിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമനങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അനുചിതമാണ് എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ശ്രീ സനീഷ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട് ആപത്തിൽപ്പെടുന്നു എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കേരള സംസ്ഥാനത്തിന് ആകമാനം അപമതിപ്പുണ്ടാക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയത് ശ്രീ പിണറായി വിജയന്റെയും CPM-ന്റെയും നെറികെട്ട രാഷ്ട്രീയ വിരോധമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. VB രാജേഷിലേക്ക് കൂടെ പോയതിലൂടെ ശ്രീ VB രാജേഷ്, പക്ഷേ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം ഒരു പുതിയ രാഷ്ട്രീയ സംഘം ഭരിക്കാൻ വരുമ്പോൾ, ഉദാഹരണത്തിന് കോൺഗ്രസ് സർക്കാർ മാറി കേന്ദ്രത്തിൽ BJP സർക്കാർ വരുമ്പോൾ, അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് അതിന് അനുമതി വാങ്ങി അതിന് അംഗീകാരം വാങ്ങിയാണല്ലോ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്ന നയനിലപാടുകൾ നടപ്പാക്കാൻ അവർക്ക് പുതിയ ഉദ്യോഗസ്ഥരെ വേണം. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഞങ്ങൾക്ക് ശത്രുക്കളല്ലാത്ത ഈ ഉദ്യോഗസ്ഥരെ വേണം. ആ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾക്ക് മേൽ കൂടെയല്ലേ ഒരു വെട്ടുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ശരിയായ വിധിയിലൂടെ? സനീഷ്, ഈ വിധിയിൽ സർക്കാരിന് അതിനുള്ള രാഷ്ട്രീയ അധികാരത്തെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. സർക്കാരിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാം എന്നുള്ള നിലപാടിനെ ശരിവയ്ക്കുകയായിരുന്നു. ശ്രീ സെൻകുമാർ കോടതിയിൽ വാദിച്ചത് അത് ഭരണഘടനയുടെ 14, 19 വകുപ്പുകളുടെ ലംഘനമായിരിക്കും. 97(2)E എന്നുള്ള കേരള പോലീസ് ആക്ടിലെ വകുപ്പ്. അതുകൊണ്ട് ആ വകുപ്പ് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു സർക്കാരിന് രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാം, അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ. പക്ഷേ അത് ചില മാനദണ്ഡങ്ങൾ പ്രകാരം. ഇവിടെ DGP-യെ മാറ്റുമ്പോൾ, കേഡർ പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റുമ്പോഴേക്കും സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ ആഭ്യന്തരമന്ത്രി ചെയർമാനായിട്ടുള്ള സുരക്ഷാ കമ്മീഷന്റെ അനുമതി ഉണ്ടാകണം, അവിടെ ഡിസ്കസ് ചെയ്യണം, അതിന്റെ മിനിറ്റ്സ് ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ തന്നെ ഞാനാണ് പാർട്ടി, ഞാനാണ് മുഖ്യമന്ത്രി, ഞാനാണ് ഭരണഘടന, ഞാനാണ് സുപ്രീം കോടതി, ഞാനാണ് എല്ലാം എന്ന ഒരു ധാരണ ഒരു 100 സീറ്റ് കിട്ടിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു. ഗോവിന്ദൻ മാഷോട് ഞാൻ പറയട്ടെ, AKG സെന്ററിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ കസേരയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ കസേരയിലേക്കുള്ള ദൂരം വളരെ വലുതാണ് ഗോവിന്ദൻ മാഷെ. അതിന് ഒരുപാട് മാനസികമായിട്ട് വളരണം. EM ശങ്കരപ്പ നമ്പൂതിരിപ്പാട് മുതൽ VS അച്യുതാനന്ദൻ വരെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഭരിച്ചല്ലോ.
ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾ പല കാര്യങ്ങളിലും ബഹുമാനിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ബാധ്യതയായിട്ട് മാറിക്കഴിഞ്ഞു. ഗോവിന്ദൻ മാഷെ, പുതിയൊരു സംഭവം വരാൻ പോവുകയാ. ഏതെങ്കിലും ഒരു വ്യക്തി അതിന് നിയമപരമായിട്ട് പരിശോധിക്കുന്ന ലോക്കൽ സ്റ്റാൻഡിയെ കുറിച്ച് CBIയിലോ മറ്റൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വ്യാജരേഖ, അതായത് സുപ്രീം കോടതി അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഈ വിധിയിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൃപ്തരല്ല. മെയ് മാസം 26-ാം തീയതി ബേസ്ഡ് ഓൺ മീഡിയ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഹോം സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരിക്കുന്നു, അതൃപ്തി ഉണ്ടായിരിക്കുന്നു, ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് ആ റിപ്പോർട്ടിനെ സാധൂകരിക്കാൻ തക്ക ഒരു തെളിവുകളോ ഒരു രേഖകളോ ഇല്ല. 41 ദിവസത്തിന് ശേഷം കൊടുക്കുന്ന റിപ്പോർട്ട് അത് വ്യാജരേഖ ചമച്ചതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ നല്ലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ചീഫ് സെക്രട്ടറി വ്യാജരേഖ ചമച്ചതിന് 1-ാം പ്രതിയാകും, കേരള മുഖ്യമന്ത്രി 2-ാം പ്രതിയാകും. ഇവിടെ സെൻകുമാറിന് നിങ്ങൾ ഈ സ്ഥാനം തിരിച്ചു കൊടുത്താൽ പോലും ഗോവിന്ദൻ മാഷ് പരിശോധിക്കും എന്നൊക്കെ പറയുന്നു. എത്ര പരിശോധന നടത്തിയാലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്താൽ പോലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് ഹരിശ്രീയെ കുറിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് എടുത്ത ആദ്യത്തെ തീരുമാനം, ഫസ്റ്റ് ക്യാബിനറ്റ് ഡിസിഷൻ തന്നെ ഇന്ത്യൻ നിയമചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ DGPക്ക് തിരിച്ച് പദവി കൊടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ, ആ വിമർശനങ്ങളെല്ലാം അർഹിക്കുന്നുണ്ട് ഈ സർക്കാരും മുഖ്യമന്ത്രിയും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളും CPM അടക്കമുള്ള ആളുകൾ. അതായത് ഈ 97(2)E റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സെൻകുമാറിനോട് അത് പറ്റുകയില്ല എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റും. അങ്ങനെ ആളുകളെ 2 വർഷം എന്ന കാലാവധിയിൽ നിന്ന്, മിനിമം കാലാവധിയിൽ നിന്ന് ഇടക്ക് വെച്ചെടുത്ത് മാറ്റാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് നയ പരിപാടികൾ നടപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥരെ വെക്കാനും മാറ്റാനുമൊക്കെയുള്ള അവകാശം സംസ്ഥാന സർക്കാരുകൾക്കും സർക്കാരുകൾക്കാകെ തന്നെയുമുണ്ട്. പക്ഷെ അത് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല. അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്. നിങ്ങൾ ഏകാധിപത്യപരമായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM എന്ന പാർട്ടി, സർക്കാർ ഏകാധിപത്യപരമായി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഞങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ അങ്ങോട്ടെടുത്ത് കളയും എന്ന നിലപാട് സ്വീകരിച്ചതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. എന്റെ ചോദ്യം, ഇക്കാര്യങ്ങളിൽ നിന്ന് പഠിക്കുകയും ഒരല്പം വിനയത്തോടെ വേണം, കാലത്തിനും കീഴ്വഴക്കങ്ങൾക്കും യോജിച്ചിട്ട് വേണം ഭരണം കൊണ്ടുപോകാൻ എന്ന പാഠം പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അല്ല, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയുമാണല്ലോ കാര്യമായിട്ട് സംസാരിച്ചത്. ആദ്യമായിട്ട് ഒരു IPS അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥനാണ് ഇവിടെ മാറ്റപ്പെടുന്നത് എന്ന ധാരണയാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താന്തോന്നിത്തം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, ആ പറഞ്ഞതിനോടൊന്നും ഞാൻ വേറെ ഒന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, 5 സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UPയിലെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, യോഗിയുടെ ഗവൺമെൻറ്, അവിടെ വളരെ പെട്ടെന്ന് ആദ്യം ചെയ്തത് അവിടുത്തെ DGPയെ മാറ്റുകയാണ് ചെയ്തത്. ജാവേദ് അഹമ്മദിനെ 2 കൊല്ലമൊന്നുമായിട്ടില്ല, അപ്പോൾ തന്നെ എടുത്ത് അങ്ങോട്ട് മാറ്റി. മാറ്റുന്നതിന് ഏത് സ്ക്രൂട്ടിനിയാണ് നടത്തിയിട്ടുള്ളത്? അതേപോലെ തന്നെ കോൺഗ്രസിന് അധികാരം കിട്ടിയ പഞ്ചാബിൽ 42 IPS ഉദ്യോഗസ്ഥന്മാരെയും ഒരു IAS ചീഫ് സെക്രട്ടറി 6 മണിക്കൂർ കൊണ്ട് മാറ്റി. ഏത് യോഗം ചേർന്ന് ഏത് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാറ്റിയത്? അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് ഡൽഹി. അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറിയെ എത്ര പ്രാവശ്യം മാറ്റി ഈ കാലത്തിനിടയിൽ, BJPയുടെ ഗവൺമെന്റിന്റെ കാലത്തിനിടയിൽ? അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ടതില്ല. സെൻകുമാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലുടനീളമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ കേസിന്റെ വിധി കാണുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ഡസൻ കണക്കിന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിലപാട് BJPയുടെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ, BJPയുടെയും ഗവൺമെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം വർത്തമാനകാലത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. നിലവിലുണ്ടായിരുന്ന DGPയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 97(2)E അനുസരിച്ച്, ആ വകുപ്പ് അനുസരിച്ച് ആവശ്യമായ എല്ലാ രീതിയിലുള്ള യോഗങ്ങളും ചേർന്നുകൊണ്ട് തന്നെയാണ് മാറ്റാൻ തീരുമാനിക്കുകയും മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്, ട്രിബ്യൂണലും അംഗീകരിച്ചിട്ടുണ്ട്. ട്രിബ്യൂണൽ അംഗീകരിച്ചപ്പോഴും ഹൈക്കോടതി അംഗീകരിച്ചപ്പോഴും ആർക്കും യാതൊരു പ്രയാസമില്ല. ഒരു നിമിഷം ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, നമ്മൾ ഈ ചർച്ച സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷമാണല്ലോ നടന്നത്. ഈ പറയുന്ന സംഗതികൾ നിങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞ് ആ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കാകെ തന്നെയും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി ഉണ്ടാകണം. അത് രേഖാപരമായിട്ട് വേണം. പത്രങ്ങളിൽ വാർത്ത വന്നാൽ പോരാ, രേഖാപരമായിട്ട് കാര്യങ്ങളിൽ
ഇദ്ദേഹത്തെ ജനത്തിന് അതൃപ്തിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻകുമാറിനെ കണ്ട അതിർത്തിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇപ്പോൾ ബെഹ്റയ്ക്ക് എതിരെ അതൃപ്തിയുണ്ട്, നടപടിയെടുക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് 56 പേജ് എഴുതി വെച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ മുഴുവൻ വായിച്ചാണ് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയേക്കും. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെച്ച് വേണം അത് സംസാരിക്കാൻ. ഈ പറയുന്ന നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിദ്വേഷമുണ്ടായിരുന്നു, അത് നിയമസഭയ്ക്കകത്ത് അടക്കം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് പി ജയരാജൻ ഉൾപ്പെടുന്ന കുറേയേറെ കൊലപാതക കേസുകൾ അദ്ദേഹം അന്വേഷിച്ചു? നിങ്ങളപ്പോൾ അദ്ദേഹത്തോട് വിദ്വേഷമുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാനാണല്ലോ എല്ലാം, ഐ ആം ദി സ്റ്റേറ്റ് എന്ന തോന്നലിൽ അദ്ദേഹത്തിനെതിരെ നടപടി അങ്ങോട്ട് എടുത്തു. മാറി നിൽക്കൂ, പേപ്പറൊന്നും നോക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിന് എതിരായിട്ട് ശ്രീ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ കരണമടച്ചുള്ള അടിയാണ് കിട്ടിയത്. അത് സമ്മതിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുള്ള പദങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് വ്യാഖ്യാനിക്കും വിശദീകരിക്കുകയും ചെയ്യാം, അത് നിങ്ങളുടെ അവകാശമാണ്. ഞാനതിൻ്റെ പേരെ ഒന്നും പറയുന്നില്ല. രാഷ്ട്രീയമായ കാര്യം സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞത്, ഹൈക്കോടതിയിലും ട്രിബ്യൂണലിലും പറയാതിരുന്ന കാര്യം ഉൾപ്പെടെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം സെൻകുമാർ കാണിച്ചിട്ടുണ്ട്. കോടതിയുടെ ഭാഗമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായ കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവാം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് CPM-ന് എന്നോട് വിരോധമുണ്ട്. അതിനടിസ്ഥാനം കണ്ണൂരിലുണ്ടായിട്ടുള്ള കേസുമായിട്ട് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ കേസിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്നോടുള്ള വ്യക്തിപരമായ വിരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രാഷ്ട്രീയം കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, സെൻകുമാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് സെൻകുമാറിന്റെ വ്യക്തമായ രാഷ്ട്രീയമാണ്. പണ്ടെപ്പോഴോ ഇവിടെ ജയശങ്കർ പറയുന്ന പോലെ പണ്ടെപ്പോഴോ ബാലകൃഷ്ണപിള്ള പറഞ്ഞതിന് ഉദ്ധരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ആ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാട് പറഞ്ഞത്. ഇവിടെ അഡ്വക്കേറ്റ് പറഞ്ഞു വന്നത് അവസാനം ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തണം എന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നിങ്ങളുടെ ചർച്ചയിൽ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആ രീതിയിലുള്ള ചർച്ച നടത്തുന്നത്? ഒരു സ്ത്രീ എന്ന് കാണണ്ട, ശ്രീ എം പി ഗോവിന്ദൻ, സ്ത്രീ എന്നൊന്നും കാണണ്ട. ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അതിനെ അങ്ങനെ കണ്ടാൽ മതി. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രോഷമൊന്നും കണ്ടില്ലല്ലോ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്ന് പറയുന്നത് തെറ്റായ നിലപാടെടുത്ത ഒരു ഉദ്യോഗസ്ഥയെ എന്ന് കണ്ടാൽ മതി. അതിനെ ആ മട്ടിൽ കണ്ടാൽ മതി. അതിനെ വളച്ചെടുത്ത് കൊണ്ടുപോകുന്നത് ശരിയാവുകയില്ല. അതിന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ള അധികാരാവകാശം ആർക്കാ ഇവിടെ ഉള്ളത്? മാഷ് അതിൽ നിന്ന് മാറിപ്പോണ്ട. മാഷ്ക്ക് കൂടി അറിയാവുന്നതാണ് അത്. അത്തരത്തിലുള്ള അധിക്ഷേപകരമായ പരാമർശമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ആ ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ സുപ്രീം കോടതി വിധിക്കകത്ത് നോക്കൂ. പിണറായി വിജയന്റെ പേരോ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മറ്റാരെങ്കിലും പേരോ പറഞ്ഞിട്ടില്ല. പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നിട്ട് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് മുകളിലേക്ക് പൊങ്ങി വന്നത്? ഈ ഒരു മാസം ഉറങ്ങിക്കിടന്നിരുന്ന ഈ റിപ്പോർട്ട് സെൻകുമാറിന്റെ പേരോടുകൂടി എങ്ങനെയാണ് ഈ ഫയൽ പൊങ്ങി വന്നത് എന്ന ചോദ്യം ഡിസ്റ്റർബിംഗ് ആണ് എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എനിക്കെതിരായിട്ട് 3 ഫയലുകൾ വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നു സുപ്രീം കോടതി വിധിക്ക് ശേഷം സെൻകുമാർ. അവിടെ സംസ്ഥാന സർക്കാർ വിമർശിക്കപ്പെടുന്ന പോലെ ആ ഉദ്യോഗസ്ഥർ വിമർശിക്കപ്പെടും. അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകരുത് ദയവേത്. വിമർശിക്കലല്ലോ ചെയ്തു. വിമർശിക്കുന്നതിന് ആർക്കാ എതിരുള്ളത്? വിമർശിക്കുന്നതിന് പകരം ആ സ്ത്രീയെ പേര് പറഞ്ഞുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്ന രീതിയിലുള്ള പ്രയോഗം ശരിയായ രീതിയിലുള്ള പ്രയോഗമാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമോ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടുള്ള ഐക്യപ്രസ്ഥാനമോ ആയിരിക്കാം എന്നതിൽ കവിഞ്ഞ് ഒരാൾക്കും സമ്മതിക്കാൻ പറ്റുന്നതല്ല. ഒരാളും പാതാളം എന്നൊരു സംഗതി ഇല്ലാത്തതാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് അറിയാമല്ലോ. പാതാളം എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അത് ഭൗതികവാദിയായുള്ള ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ അറിയാം. പാതാളം എന്നൊരു സംഗതിയില്ല. അവിടേക്ക് ചവിട്ടി താഴ്ത്തുക എന്നൊരു ശൈലി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരാളും അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുകയല്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് അക്കാര്യത്തിൽ വിശദീകരണം നൽകാം. എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുകൊണ്ടാണെന്നാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ വാദിക്കുന്നത്. സത്യത്തില് ഞാനും ഗോവിന്ദൻ മാഷും തമ്മിലുള്ള അത്ര അണ്ടർസ്റ്റാൻഡിങ് ഞാനും സനീഷും തമ്മിലും ഈ ചർച്ചയിൽ പങ്കെടുത്തത് മറ്റാരുമായിട്ട് എനിക്കില്ല. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് ഗോവിന്ദൻ മാഷ്. ഞാനത് പലവണ്ണം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുക എന്നുള്ളൊരു ശൈലിയാണ് എന്റെ ഗോവിന്ദൻ മാഷ്. നിങ്ങളുടെ നാട്ടിൽ ഈ ഓണവും ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പമൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ CPM-കാരനായതുകൊണ്ട് ഈ വക ബൂർഷ്വാ സങ്കല്പങ്ങളൊക്കെ നിങ്ങൾ നിരാകരിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് നളിനി നെറ്റോ അവർ സ്ത്രീയാണല്ലോ, അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇനി ലിംഗപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടോ? നളിനി നെറ്റോ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, അവർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആയിരിക്കുന്ന സമയത്ത് നടത്തിയ നഗ്നമായ നിയമലംഘനം, വ്യാജരേഖാ നിർമ്മാണം, അങ്ങനെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയെ സർവീസിൽ തുടരാൻ അനുവദിക്കണമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ആലങ്കാരികമായിട്ട് ചോദിച്ചാണ്. ഞാൻ വേറെ രീതിയിൽ പറയാം. അവരിയ്ക്കുന്ന കസേരയോടുകൂടി സെക്രട്ടറിയേറ്റ് ചവിട്ടി പുറത്താക്കണം എന്ന് ഞാൻ പറയുന്നു. എങ്ങനെയുണ്ട്? അവർ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി യോഗ്യനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ?
ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരായിട്ട് കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിക്കെതിരായിട്ട് വ്യാജരേഖ ഉണ്ടാക്കി. അവർ ചീഫ് സെക്രട്ടറി ആണോ ചീഫ് സെക്രട്ടറി ആണോ? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ് കടന്നു പോകരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പോഴും ഇത് ആരോപണം മാത്രമാണ്. സുപ്രീം കോടതി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഗതിയാണെന്ന് പറയുകയല്ലാതെ അക്കാര്യത്തിൽ തീർപ്പ് പറഞ്ഞിട്ടില്ല. അവർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു നിയമ സംവിധാനം തീർപ്പ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വല്ലാത്ത തോതിൽ വ്യക്തിപരമായിട്ട് അവർ ആക്ഷേപിക്കുന്നതിന് എതിർക്കേണ്ടിയും വരുമല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല. അവർ വ്യാജരേഖ ഉണ്ടാക്കിയെന്നുള്ള സുപ്രീം കോടതി ജഡ്ജിമെന്റോട് വ്യക്തമല്ലേ? ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. സെൻകുമാർ വഷളനാണ്, ഇവനെ ആ സ്ഥാനത്ത് ഇരുത്തരുന്ന്. അത് വ്യാജരേഖയല്ലേ? സത്യസന്ധമായ രേഖയാണെങ്കിൽ ഇന്നിപ്പോ സുപ്രീം കോടതി അംഗീകരിക്കില്ലേ? സുപ്രീം കോടതി പറയുകയാണ് ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയല്ല ഒരു ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടത് എന്നാണ് പറഞ്ഞത്. അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയാണോ? നിങ്ങൾ അതല്ലേ ആലോചിക്കുന്നത്? അതാണ് അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യമാണോ? വിഷയത്തിൽ നിന്ന് ഒരുപക്ഷെ മാറിപ്പോവുകയാണ് കാര്യങ്ങളെങ്കിൽ തന്നെയും ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യം അതിനകത്ത് ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ താങ്കൾക്ക് അനുകൂലമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ അർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഈ ഉദ്യോഗസ്ഥയെ വിമർശിക്കുന്നുണ്ട്. അതായത് വ്യക്തിപരമായിട്ടുള്ള എന്തോ വിദ്വേഷം കൊണ്ട് ആകണം തനിക്കെതിരെയുള്ള കാര്യങ്ങളെന്ന് ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് ഈ വാർത്ത ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു ഫയൽ പൊങ്ങി വരുന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ വ്യക്തിപരമായിട്ട് ഈ ഉദ്യോഗസ്ഥ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പക പോക്കുകയാണ് ചെയ്തതെങ്കിൽ അവിടെ സർക്കാർ ചെന്ന് പെട്ടുപോയൊരവസ്ഥയുണ്ട്. മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിന് തന്നെയുമോ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും അക്കാര്യത്തിലെ ചീത്തപ്പേരും ആ ഉദ്യോഗസ്ഥയ്ക്കുണ്ടെങ്കിൽ അതെടുത്ത് പറയേണ്ടതാണ് ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ താങ്കൾ. അത്തരം ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പകപോക്കലുകൾക്ക് ഇരയാകാൻ പാടില്ല സംസ്ഥാന സർക്കാർ എന്ന നിലപാടെങ്കിലും പറയേണ്ടതാണ്. അല്ല, ഇതിന്റെ ഉത്തരവാദിത്വം വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഒന്നും തലയിലിട്ട് ഒഴിയുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞു. ഈ വിധി വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിധിയെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ അകത്തുള്ള ഓരോ പദങ്ങളെയും എടുത്ത് അതിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെയെല്ലാം ഭത്സിക്കുന്നതിന് വേണ്ടി ഈ വിധിയെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. നിരവധി IPS IAS ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇമാതിരിയുള്ള വിധികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. ശ്രീ വി രാജേഷ് ചേർത്തൊരു ചോദ്യം. ശ്രീ വി രാജേഷ്, അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ട യോഗി ആദിത്യനാഥിന്റെ UP-യിലടക്കം ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹം സൗമ്യമായിട്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ നോക്കൂ, സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് നയനിലപാടുകൾ മുന്നോട്ട് വെച്ചു വരുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് അവർക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥരെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനാകാത്ത അവസ്ഥ, ആളുകളെടുത്ത് മാറ്റാനാകാത്ത അവസ്ഥ വരും എന്നത് നിങ്ങൾ കൂടെ നോക്കേണ്ടതാണ്. എന്റെ സനീഷെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരം ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്, സുപ്രീം കോടതിയും പറഞ്ഞത്. പക്ഷേ അതാത് സംസ്ഥാനം, ഇവിടെ മാഷെ 2011 കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവന്ന കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെയുമായി ചർച്ച ചെയ്ത് അതിന്റെ പെർമിഷനോടുകൂടി മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. ഇവിടെ ഞാൻ ഇടപെട്ട് സംസാരിക്കാൻ സനീഷിനോട് ഒരു പെർമിഷൻ ചോദിച്ചു. കാരണം ഗോവിന്ദ മാഷി ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. മാഷ് പറഞ്ഞു എല്ലാം പാലിച്ചുകൊണ്ടാണ് മാറ്റിയതെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു. അതായത് സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ മീറ്റിംഗ് നിങ്ങൾ ചേർന്നിട്ടില്ല, വന്ന് 48 മണിക്കൂറിനകമാണ് മാറ്റിയത്. സുരക്ഷാ കമ്മീഷന്റെ മീറ്റിംഗിൽ ആഭ്യന്തരമന്ത്രി, ഇവിടെ മുഖ്യമന്ത്രി ചെയർമാൻ, ഓപ്പോസിഷൻ ലീഡർ മെമ്പറാണ്, ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി മെമ്പറാണ്, ഗവർണർ നിയമിക്കുന്ന 3 അംഗങ്ങളിൽ മെമ്പർമാരാണ്. ഇങ്ങനെയുള്ളവർ ചേരുന്ന ഒരു കമ്മീഷൻ സിറ്റിംഗ് നടത്തി സെൻകുമാറിനെ എന്തുകൊണ്ട് മാറ്റണമെന്ന് അവിടെ ചർച്ച ചെയ്ത് മിനിറ്റ്സ് രേഖപ്പെടുത്തി മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. ഗോവിന്ദമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളത് ചേർന്നു. സുപ്രീം കോടതി നിങ്ങളോട് ചോദിച്ചല്ലോ, അത് ചേർന്നുവെങ്കിൽ നിങ്ങൾ ആ മിനിറ്റ്സിന്റെ കോപ്പി വരെ അങ്ങോട്ട് കാണിച്ചപ്പോഴേക്കും നിങ്ങളുടെ അഭിഭാഷകനെ ഹാജരാക്കാൻ സാധിച്ചില്ല. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ഇനി ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പ്രധാന പരിപാടി കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉഗാണ്ട, എത്യോപ്യ, പോളണ്ട് എന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി ഉത്തർപ്രദേശിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ചില ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥന്മാരെ നാമമാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടുണ്ട്. നിയമപ്രകാരം ഉത്തർപ്രദേശിലും സെൻട്രൽ ഗവൺമെന്റ് മാറ്റിയാലും പരാതിയുള്ളവർക്ക് സുപ്രീം കോടതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുറന്നു വെച്ചിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിനെ സുപ്രീം കോടതി വലിച്ചിടട്ടെ, അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ. തിരിച്ചു വരാം ശ്രീ ബി രാജേഷ് താങ്കളിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണൻ താങ്കളിലേക്കാണ് വരിക ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇതിൽ ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം CPM പിന്നോട്ട് പോകാൻ തയ്യാറാകാത്തൊരു പോയിന്റുണ്ട്. അത് ഈ TP സെൻകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ്. രാഷ്ട്രീയ കളി TP സെൻകുമാർ കളിക്കുന്നുണ്ട് എന്ന അവരുടെ ആക്ഷേപത്തിന് അനുകൂലമായിട്ടുള്ള സംഗതികളും ഇവിടെയുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞത് ഈ CPMന്റെ നേതാക്കൾക്കെതിരെ ഞാൻ നടപടിയെടുത്തതുകൊണ്ട് എനിക്കെതിരെ ശത്രുതയുണ്ടായി, രാഷ്ട്രീയമായിട്ട് ഞാൻ എതിർപക്ഷത്താണ് എന്ന് ഇവർ പറഞ്ഞു നടന്നു എന്നൊക്കെയാണ്. ആ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ വന്നാലും നിലപാടുകൾ വന്നാലും സുപ്രീം കോടതി വിധി വന്നാലും TP സെൻകുമാറിന് ഈ സർക്കാരിനോട് രാഷ്ട്രീയപരമായിട്ടുള്ള മുൻവിധികളും വിദ്വേഷവും ഉണ്ട്. ഇദ്ദേഹത്തെ വെച്ചാൽ ഈ പണി നടക്കുകയില്ല എന്ന ബോധ്യം വെച്ചുകൊണ്ട് തന്നെയേ CPM ഇനിയും അങ്ങോട്ട് സർക്കാർ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുള്ള അനുമതി അവർക്ക് കൊടുക്കണം. ഈ സത്യം പറയുന്നത് എങ്ങനെ രാഷ്ട്രീയ കളിയാകുന്നത്? ശ്രീ P ജയരാജനെ അറസ്റ്റ് ചെയ്യുകയും അന്ന് TP വധക്കേസിലെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ ആ മലയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നവരെ, CPMന്റെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നവരെ ഒക്കെ തന്നെ നിയമത്തിന്റെ മുന്നിൽ, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അതിന്റെ പേരിലെ രാഷ്ട്രീയ പകപോക്കല്ലെന്ന് ഏത് കൊച്ചുകുഞ്ഞിനാണ് കേരളത്തിൽ അത് അറിഞ്ഞുകൂടാത്തത്? അതിന്റെ രാഷ്ട്രീയ കളി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഗോവിന്ദ മാസ്റ്റർ മറ്റൊരു കാര്യം പറഞ്ഞു, ഈ കോൺഗ്രസ് ഉള്ളിടത്തും ബാക്കി എല്ലാ പാർട്ടിയും ഉള്ളിടത്തും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നു. ശരിയാ, മാറ്റും. എല്ലാവരും മാറ്റേണ്ടവർക്ക് മാറ്റണമെന്നുള്ളവർക്ക് മാറ്റും. പക്ഷെ ഇതുപോലെ ശ്രീ പിണറായി വിജയനെ പോലെയും കേരളത്തിലെ CPMനെ പോലെയും കള്ളം പറഞ്ഞിട്ടല്ല ആരും മാറ്റുന്നത്. അവര് കൃത്യമായി പറയും ഗവൺമെന്റ് വിവേചനാധികാരമാണ്, ആ വിവേചനാധികാരം പ്രയോഗിക്കും. അതിനപ്പുറത്തേക്ക് കള്ളത്തരം പറഞ്ഞിട്ട് മാറ്റിയതാണ് ഇന്ന് സുപ്രീം കോടതി പൊളിച്ചടുക്കിയത്. മാത്രവുമല്ല, ഇനി വിധി വന്നതിന് ശേഷം ഗോവിന്ദമാഷ് പറയുന്നു, അതുപോലെ ശ്രീ പിണറായി വിജയൻ പറയുന്നു, ഞങ്ങൾ ഇത് വിധി പരിശോധിക്കും. എന്നിട്ട് എങ്ങനെ നടപ്പിലാക്കണം? നിങ്ങൾ കൂടുതൽ പരിശോധിക്കാനൊന്നുമില്ല. ഒരു നിമിഷം വൈകാതെ ശ്രീ TP സെൻകുമാറിനെ ആ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരിക. ഈ നെറികേടുകൾക്കെതിരായിട്ട് ഫോഴ്സ്ഡ് ഡോക്യുമെന്റ്സ്, ഇതിനൊക്കെ ഇത്തരം കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. തീർച്ചയായും അത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള മുൻവിധി, ശ്രീമതി ബിന്ദു കൃഷ്ണ, അത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. അവർക്ക് അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പക്ഷെ അപ്പോൾ തന്നെയും രാഷ്ട്രീയമായിട്ട് ശ്രീ TP സെൻകുമാർ കാണിച്ച മുൻവിധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇവർക്കോടുള്ള എതിർപ്പ് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോഴും വ്യക്തമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്റെ കാലത്ത് ഇത്ര കൊലപാതകമേ നടന്നിട്ടുള്ളൂ, ഇന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ദേശീയ തലത്തിൽ തന്നെ, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കേരളത്തിലെ പൊളിറ്റിക്കൽ മർഡേഴ്സ് ദേശീയ തലത്തിൽ തന്നെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ BJP പക്ഷം അത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ചെന്ന് പ്രമാദമായ ഒരു കേസിൽ ഈ കൊലപാതകങ്ങളെ അദ്ദേഹം എടുത്ത് കേന്ദ്രസ്ഥാനത്തേക്ക് വെക്കുന്നത്. ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ 13 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വെക്കുന്നത്. നോക്കൂ, UDFന് വേണ്ടിയിട്ടോ കോൺഗ്രസിന് വേണ്ടിയിട്ടോ അല്ല, BJPക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ജോലി ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് ആക്ഷേപിക്കാൻ ഈ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും അദ്ദേഹത്തെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെയും ചെയ്തു വെച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ മുൻവിധിയുള്ള ഒരു പോലീസ് ഉന്നതോദ്യോഗസ്ഥനായിട്ട് മാത്രമേ നാട്ടിന് അദ്ദേഹത്തെ കാണാനുമാവുകയുള്ളൂ. അത് സമ്മതിക്കണ്ടേ ശ്രീമതി ബിന്ദു കൃഷ്ണ? അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? വിയോജിപ്പിലുള്ളവരെയൊക്കെ അങ്ങ് സംഘപരിവാറായിട്ട് സംഘിയാക്കിയിട്ട് RSSകാരായിട്ട് മുദ്ര കുത്തിയ അതൊന്നും നല്ല രാഷ്ട്രീയമല്ല. വിയോജിപ്പുകൾ പറയുന്നവരെ വിയോജിപ്പുകൾ കേൾക്കാൻ തയ്യാറാകണം. അസഹിഷ്ണുത അരുത്. ഇവിടെ ശ്രീ TP സെൻകുമാർ ഈ താങ്കൾ സരീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കഴിവുകെട്ടവനെന്ന് വ്യാഖ്യാനിച്ച് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആക്ഷേപിച്ചപ്പോ ഞാൻ കഴിവുള്ളവനാണ്, എന്റെ ജോലി കൃത്യമായി ഞാൻ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അവകാശം ശ്രീ TP സെൻകുമാറിനുണ്ട്. ഞാനായാലും സനീഷായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരായാലും അതേ ചെയ്തോളൂ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം ഞാൻ അടക്കമുള്ള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരെയും വിമർശനാത്മകമായി പറഞ്ഞൊരു വസ്തുതയുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ കൊലപാതകം നടന്നില്ല, വർഗീയ ലഹളകൾ രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ട് അത് കൃത്യമായ നടപടി ഉണ്ടായിട്ടുണ്ട്. അത് തുച്ഛമായിരുന്നു. വർഗീയ ലഹളകൾ നടന്നിട്ടില്ല. ക്രമസമാധാന പരിപാലന രംഗത്ത് കേരളം വളരെ മുന്നിലായിരുന്നു. പക്ഷേ LDF വന്ന് എല്ലാം ശരിയാക്കാൻ തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ആളെ കൊല്ലലും
മറ്റ് സ്ത്രീ പീഡനങ്ങളും എല്ലാം കൂടി വരികയാ. ആ കാര്യങ്ങൾ കൃത്യമായി നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് ഭരണത്തിൽ വീഴ്ച വരുന്നു. വീഴ്ച പറ്റിയാൽ ആ വീഴ്ച തിരുത്തിക്കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് പോകുന്നു. ഇന്നും ഞങ്ങൾ ഈ മൂന്നാറിലെ തഴപ്പിൽ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ നെറികേടുകൊണ്ടാ. ആ നെറികേടിനെതിരെ ഒരു വാക്കുചിയാടാൻ കഴിയാതെ അദ്ദേഹത്തെ പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ സത്യം പറയുന്ന ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, അവരെയൊക്കെ RSS ആണെന്നോ അല്ലെ വേറെന്തെങ്കിലും ആണെന്നോ പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല വേണ്ടത്. യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള മനസാക്ഷി ഉണ്ടാകണം CPM-ന്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് ഇല്ലാതായി പോകണമെന്നുള്ള അഭിപ്രായമുള്ളവരൊന്നും അല്ല ഞങ്ങള്. CPM-ഉം എല്ലാ രാഷ്ട്രീയ നിങ്ങൾ അങ്ങ് ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആളുകൾ. ഈ സർക്കാർ ആകെപ്പാടെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ പോകട്ടെ എന്ന് പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് വേണം കാര്യങ്ങളെ കൊണ്ടുപോകാൻ. ഇപ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ളത് അവർ മൂന്നാറിലിരുന്നാണ് സംസാരിക്കുന്നത്. അവിടുത്തെ സമരത്തിന് പിന്തുണ കൊടുക്കാൻ പോയതാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം ചെയ്തതിന് അദ്ദേഹത്തെ ഊളംപാറയിലേക്ക് പറഞ്ഞേക്കണമെന്ന് താങ്കളുടെ മന്ത്രിയാണ് പ്രസംഗിച്ചത്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഉദ്യോഗസ്ഥരെ അങ്ങ് ചീത്ത വിളിച്ചോടിക്കാം, അവനിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എടുത്ത് കളയാം എന്ന ധാരണയ്ക്ക് ഇടിവ് വരുത്താൻ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ വണങ്ങി നിന്നുകൊണ്ട് ഭരണനിർവഹണം നടത്താം എന്നതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ താങ്കളുടെ നേതാക്കളെ സർക്കാരിനെ ഈ വിധി? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട വാചകങ്ങളും വാക്കുകളും ഉപയോഗിച്ചല്ല അളക്കേണ്ടത്. ശരിയായ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഒക്കെ ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞങ്ങൾക്ക് എല്ലാവരെയും മാറ്റാൻ അവകാശമുണ്ട്, പിണറായി വിജയൻ ആരെയും മാറ്റാൻ അവകാശമില്ലെന്നാണ് പച്ച മലയാളത്തിലൂടെ പറഞ്ഞു വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചാബ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അല്ല ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ, താങ്കൾക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ കാലം പരിചയമുള്ള ആളാണ് താങ്കൾ. താങ്കൾക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല. അവർ പറഞ്ഞതും ഇതിന്റെ ആകെ തുകയും ആർക്കും മാറ്റാം, ഏത് സർക്കാരുകൾക്കും ആരെയും മാറ്റാം, പക്ഷേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഇവിടെ കേരള പോലീസ് ആക്ടിന്റെ 97(2)E ഉണ്ടെങ്കിൽ അതിനനുസരിച്ചേ മാറ്റാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മാറ്റാം സെൻകുമാറിനെ. സുഹൃത്തെ, 6 മണിക്കൂർ കൊണ്ട് എന്ത് നിയമം പാലിച്ചിട്ടാണ് ഒരു സംസ്ഥാനത്തിലെ ഭൂരിപക്ഷം IPS ഉദ്യോഗസ്ഥന്മാരെയും ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയെയും ഏത് നിയമടിസ്ഥാനപ്പെടുത്തിയാ മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ അതിനുമേൽ കൂടെ വരും ഈ നിയമം. അങ്ങനെയാണെങ്കിൽ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അതിനുമേൽ കൂടെ വന്നു കഴിഞ്ഞു ഈ നിയമം. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ആ നിയമം സുപ്രീം കോടതി ഇത് വെച്ച് അത് സമ്മതിക്കാം. ആണല്ലോ. അപ്പോ ഇത് വെച്ചിട്ട് ഇവർക്ക് കേസിലേക്ക് നിങ്ങൾ കോൺഗ്രസിനേക്കാൾ വ്യത്യസ്തരായുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സർക്കാരാണ് എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസിന് പറ്റുന്ന അബദ്ധം നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോ അതിനെ അംഗീകരിക്കുകയല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു IPS ഉദ്യോഗസ്ഥനെയല്ല 6 മണിക്കൂർ കൊണ്ട് 42 IPS ഉദ്യോഗസ്ഥനെയും ചീഫ് സെക്രട്ടറിയെയും മാറ്റിയവരാണ് നിങ്ങൾ, കോൺഗ്രസ്. അതുപോലെ തന്നെ UP-യിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവിടെ മുസ്ലിം DGP ആണ് എന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിം DGP അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ 12 IPS ഉദ്യോഗസ്ഥന്മാരെ ഒപ്പം തന്നെ മാറ്റി. അതിനൊക്കെ എല്ലാ നിയമവും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് പറയുന്നത്. ആരും കോടതി പോയില്ല. അവിടെ നിയമലംഘനം നടത്തിയ പരാതിയുണ്ട്, എല്ലാവർക്കും പരാതിയുണ്ട്. അത് പറ്റാതിരിക്കുമായിരിക്കും. പരാതി കൊടുക്കാനുള്ള സാഹചര്യം പോലെ അവർക്കുണ്ടാകുകയില്ല. ശ്രീ VV രാജേഷ് യോഗി ആദിത്യനാഥിന്റെ UP ആണ്. ഞാൻ തിരിച്ചു വരാം താങ്കളെ. കടുക് ജയശങ്കർ, ഈ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ പറയുന്ന കാര്യങ്ങൾ DGP പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ MP ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെക്കുന്ന ഈ 46 ആളുകളുടെ കാര്യം ഗുജറാത്തിലെയും മറ്റും കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കാത്തതുകൊണ്ടുള്ള ആശയ വ്യക്തത കുറവുണ്ട്. പക്ഷെ അപ്പോൾ തന്നെയും ഇത് ഇനിയും വേണമെങ്കിൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. ആ കാര്യം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഈ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വകുപ്പ് തൊടാൻ പോലും സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഇനിയും പൊതുജനത്തിനാകെ തന്നെയും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് മേധാവിയുടെ പ്രവൃത്തിയിൽ അസ്വസ്ഥതയുണ്ട് എന്ന് രേഖാമൂലം സ്ഥാപിക്കപ്പെട്ടാൽ, ഈ പ്രക്രിയകളിലൂടെ കൃത്യമായി കടന്നുപോയാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള പഴുത് അവിടെ തന്നെയില്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ? പഴുതല്ല, വ്യവസ്ഥ അവിടെ ഉണ്ട്. സനീഷ, ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവർ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോവിന്ദ മാഷോ ബിന്ദു കൃഷ്ണയോ VV രാജേഷോ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ സെൻകുമാറിന്റെ വിധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും തുല്യ നിലയിൽ ബാധകമാണ്.
ഇത് സുപ്രീം കോടതിയുടെ നേരത്തെ ഉണ്ടായ പ്രകാശ് സിംഗ് കേസിലെ വിധിയുടെ അതിൽ ലേ ഡൌൺ ചെയ്തിരുന്ന പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടപ്പാക്കിയ കേരള പോലീസ് ആക്ടിലുണ്ടാക്കിയ അമെന്റ്മെന്റ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ സ്പിരിറ്റ് അനുസരിച്ച് ഇവിടെ പോലീസ് ആക്ട് ഭേദഗതി ചെയ്തത്. പോലീസ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ ആരെ വേണമെങ്കിൽ മാറ്റാം. ജേക്കബ് പുന്നൂസിനെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കാം. നമ്മുടെ AK ആന്റണി വന്നപ്പോൾ KJ ജോസഫിനെ നിയമിച്ചുള്ളൂ. അന്ന് അത് സാധ്യമാകുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുകയില്ല. സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിമേലിൽ സർക്കാർ മാറുമ്പോൾ DGPയെ മാറ്റാൻ പറ്റുകയില്ല. ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ചീഫ് സെക്രട്ടറിയെ മാറ്റാം. ചീഫ് സെക്രട്ടറി ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. കാരണം ചീഫ് സെക്രട്ടറിക്ക് ക്യാബിനറ്റ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. സർക്കാരിന്റെ രാഷ്ട്രീയമായി ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് മേധാവിയെ നിയമിക്കേണ്ടത്. സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് UPക്ക് ബാധകമാണ്, ജാർഖണ്ഡിന് ബാധകമാണ്, ഒറീസയ്ക്ക് ബാധകമാണ്. മമതാ ബാനർജി ഭരിക്കുന്ന ഒന്നുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഈ 97(2)E റദ്ദാക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ റദ്ദാക്കിയിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ പറയുന്ന പൊതുജനത്തിന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്, പൊതുജനത്തിന്റെ എതിർപ്പ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് നേരെ വന്നിരിക്കുന്നുവെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായാൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് 2 വർഷത്തിന് മുമ്പാകെ തന്നെയാണെങ്കിലും മാറ്റാനാവുകയില്ലേ? അത് ഇതിനകത്ത് കിടക്കുന്നില്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സനീഷ്, ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം. അപ്പോൾ ഈ വ്യവസ്ഥ വെച്ചാൽ ഇത് കേരളത്തിന് മാത്രം ബാധിക്കുന്ന വ്യവസ്ഥയാണ് നമ്മുടെ പോലീസ് ആക്ടിൽ. ഇതുപോലുള്ള വ്യവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെയും പോലീസ് 3-4 സ്റ്റേറ്റുകൾ ഇത് ഭേദഗതി ചെയ്തിട്ടില്ല. അവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ UP അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നുകൂടി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. എല്ലാ പോലീസ് മേധാവികൾക്കും ബാധകമാണ്. UPയിലെ മുസ്ലിമായ DGPക്കും സുപ്രീം കോടതിയെ സമീപിക്കാം. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ. നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പോകാം. പഞ്ചാബിലെ പോലീസ് മേധാവിക്ക് പോകാം. ഏത് പോലീസ് മേധാവിക്ക് പോകാം. എങ്ങനെയാണെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളതെങ്കിൽ പോകാം. സെൻകുമാർ അതാണല്ലോ ധൈര്യപ്പെട്ടു പോയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ഇനി മാനദണ്ഡം എന്താണ്? മാറ്റാനാണ് മാനദണ്ഡം. മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇയാളുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ ഇവിടെ രാജേഷ് പറഞ്ഞ ഇതിലൊരു കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നു. അദ്ദേഹത്തെ മാറ്റേണ്ടത് ആവശ്യമാണെന്ന് അവിടെ റെക്കമെൻഡേഷൻ കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുന്നു. ഒരു പ്രയാസവുമില്ല. അല്ലെങ്കിൽ ജനദ്രോഹിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സഹിക്കാൻ പറ്റുമോ? പോട്ടെ, രാഷ്ട്രീയമേ വേണ്ട. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾ മര്യാദക്കാരനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിയമിക്കുന്നു. നിയമിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മഹാ കൊള്ളരാത്തവരാണെന്ന് മനസ്സിലാവുന്നു. മാറ്റണ്ടേ? അവിടെ രാഷ്ട്രീയമില്ല. അയാളെ മാറ്റണ്ടേ? മാറ്റാം. അതിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാറ്റാം. ആർക്കും ഒരു ആക്ഷേപമില്ല. അത്ര സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്ന് പറയും മലയാളത്തിൽ. ആ നിയമവാഴ്ച ലംഘിക്കപ്പെട്ടു സെൻകുമാറിന്റെ കാര്യത്തിൽ. കാരണം വ്യാജരേഖയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിലാണ് മാറ്റിയത്. പുറ്റിക്കൽ കേസിനെ കുറിച്ച് വിശദമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അവിടെ വീഴ്ച വരുത്തിയ ആരൊക്കെയാണ്? സെൻകുമാറിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ്. പൊട്ടിത്തെറി ഉണ്ടാകുന്ന പുറ്റിക്കലാണ്. ജിഷയുടെ കാര്യത്തിൽ പാവം സെൻകുമാർ എന്ത് പിഴച്ചു? അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ആസാംകാരൻ പെരുമ്പാവൂർ വളയഞ്ചിറക്കരക്കടുത്ത് വെങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. സെൻകുമാറിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യമില്ല. അദ്ദേഹം 28 അംഗങ്ങളുള്ള ഒരു പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തി. അവർ ഊർജിതമായി അന്വേഷിച്ചു. DNA പരിശോധന നടത്തി. ഇല്ലേ? ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. രേഖാചിത്രം തയ്യാറാക്കി. സാധ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനന്ന് പരിഹാസമായിട്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. രേഖാചിത്രം വരെ വന്നു. ഇനി മഷിത്തോട്ടക്കാരന്റെ അടുത്ത് പോകാൻ പോവുകയാണ്. ആറാട്ടുപുഴ ചന്ദ്രൻ പണിക്കരുടെ അടുത്തേക്ക് പോവുകയാണ് സെൻകുമാർ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പറഞ്ഞ പരിഹാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. സെൻകുമാർ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ. എനിക്ക് അദ്ദേഹത്തോട് വേറെ യാതൊരു കടപ്പാടും ഉണ്ടായിട്ട് പറയല്ല. ഡോക്ടർ ജേക്കബ് തോമസിനെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആത്മാർത്ഥമുള്ള ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ്. ഒരു മിനിറ്റ് തരാമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളുടെ പാർട്ടിക്കാരൻ CPI-കാരനായ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കാലടിയിലാണ്. അയാളുടെ വീട്ടുപടിക്കൽ കൂടി ഒരു ലോറി കയറ്റിക്കൊണ്ട് ലോറി പോവുകയാണ്. അപ്പൊ ലോറിയിൽ നിന്ന് വലിയ പാറക്കല്ലൂരുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലേക്ക് വീണു. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഈ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അയാളുടെ ഒരു ഉണ്ടി എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. കാലടിയിലാണ്. അയാൾ ഫോൺ ചെയ്ത് പറയുന്നു കാലടി പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസുകാർ പറഞ്ഞു JCB ഉണ്ടെങ്കിൽ മാറ്റാം. നമ്മുടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എപ്പോഴും പോലീസുകാർ അങ്ങനെ തന്നെയാണ്. വിളിച്ചു പറയുന്നു. പോലീസുകാർ പറഞ്ഞു JCB ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വേഗം തന്നെ സെൻകുമാറിനെ വിളിച്ചു. സെൻകുമാറിന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും പബ്ലിക്കായിരുന്നു, ആർക്കും ഉപയോഗിക്കാം. ഉടനെ സെൻകുമാറിനെ വിളിച്ചു. ധൈര്യം തന്നെ വേണം പറയാനായിട്ട്. സെൻകുമാറിനെ വിളിച്ചു. അപ്പോൾ സെൻകുമാർ പറഞ്ഞു ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അവിടെ തന്നെ നിന്നോളൂ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കാലടി പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഈ പകൽ സമയത്ത് ലൈറ്റ് ഇട്ട് ഇയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തുകയാണ്.
പോലീസ് ഈ കല്ല് നീക്കം ചെയ്യാനായിട്ട്. അത്ര എഫിഷ്യന്റ് ആയിരുന്നു. അത് നമ്മൾ കാണണ്ടേ? ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ എത്ര അപൂർവമായിട്ട് നമ്മുടെ രാജ്യത്ത് കാണാം. തീർച്ചയായും താങ്കൾ പറയുന്ന പോലെയാണ് കാട്ടുകള്ളന്മാരാണ് ഈ രാജ്യത്ത്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്നതിൽ സന്തോഷിക്കേണ്ടതാണ്. താങ്കൾ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ കാട്ടുകള്ളമ്പ വീരപ്പന്മാരാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വി വി രാജേഷ്, ഇവിടെ സെൻകുമാർ ഈ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കോടതിയിൽ പോയി നിയമ നടപടികളിൽ ഏർപ്പെടാൻ അദ്ദേഹം തയ്യാറായി, ധൈര്യം കാണിച്ചു, അദ്ദേഹത്തിന് അനുകൂലമായ വിധിയും വന്നു. പക്ഷേ താങ്കൾ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ പോയിന്റ് എടുത്ത് മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഗുജറാത്തിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഈ സാഹചര്യം ഉണ്ടാവുകയില്ല. ധൈര്യമുള്ളവർക്ക് ഈ കാര്യങ്ങൾക്ക് പോകാം. ധൈര്യമുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ പോയി സത്യസന്ധമായി കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വരാനും സർക്കാരിന് വീണ്ടും മനസ്സിലാമനസ്സോടെയാണെങ്കിലും തിരിച്ചിരുത്താനുള്ള സാഹചര്യമുണ്ട്. അത് താങ്കൾ കാണണം. അതിന് അദ്ദേഹത്തിന് മറുപടി. അല്ല, അത് ഇതിനെന്തിനാ മറുപടി ഇതിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ ഗുജറാത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്തിയിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയിലേക്ക് മനസ്സിലായി. ചോദ്യം മനസ്സിലായി. ഇനി അല്ല, ചോദ്യം താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി അത് നടക്കുകയില്ല എന്ന് കൂടിയാണല്ലോ ഈ വിധി വന്നിരിക്കുന്നത്. ഇനി അത് നടക്കുകയില്ല. യോഗി ആദിത്യനാഥാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ബുദ്ധിമുട്ടാകും. നിങ്ങളുടെ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ നയപരിപാടികൾ നടക്കാനുള്ള പോലീസിനെ കൊണ്ടുവന്ന് ഉന്നത സ്ഥാനത്തിരുത്താൻ ബുദ്ധിമുട്ടാകും. അത് നിങ്ങളെ കൂടെ ബുദ്ധിമുട്ടിക്കുകയില്ലേ എന്നതാണ് ചോദ്യം. സനീഷേ, ഗോവിന്ദ മാഷ് അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്തിനാ കയറുന്നത്? ഗോവിന്ദ മാഷെ, ഞങ്ങൾ 14 സ്റ്റേറ്റും രാജ്യവും ഭരിക്കുന്ന പാർട്ടി, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്, ഗവൺമെന്റുകളിലുണ്ട്. എല്ലാ നിയമങ്ങളും നോക്കി ഈ 14 സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തും ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതിയായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പോയിട്ടുണ്ടോ? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മറ്റോ. ഇപ്പൊ സനീഷ് പറഞ്ഞു ഗുജറാത്തിലൊന്നും ഉദ്യോഗസ്ഥന്മാർക്ക് പോകാനുള്ള അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു രാജ്യത്ത്? ഗുജറാത്തിലൊക്കെ തന്നെ കോൺഗ്രസിനെ പോലുള്ള BJPയുടെ വീഴ്ചകളെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് ബിന്ദു കൃഷ്ണയുടെ ഒക്കെ പാർട്ടി നോക്കിയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും, ഇല്ലെങ്കിൽ ഗുജറാത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് വിചാരണ നടത്താൻ പറയും. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ വെച്ച് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അല്ല, നരേന്ദ്രമോദിക്കെതിരെ പോലും പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ പോലും റിട്ടയർമെന്റിന് ശേഷം പോലും അദ്ദേഹത്തിന്റെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം അങ്ങനെ വന്നത്. അല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഈ വിധി കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നോക്കൂ. നിലപാടുകൾ നടപ്പിലാക്കാൻ വേണ്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പാടില്ല ഇനി മുതൽ അങ്ങോട്ട് എന്ന് വരാവുന്ന ഒരു കോടതി വിധി, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു എന്നത് രാഷ്ട്രീയമായി ആലോചിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുകൂടെ കാണേണ്ടതല്ലേ? അല്ല, കോടതിയുടെ തെറ്റാണെന്നല്ല, ഞങ്ങൾ കാണേണ്ടതല്ലേ? ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഈ വിധിയിൽ. കാരണം ഉദ്യോഗസ്ഥന്മാരെ തെറ്റായ പ്രചരണം നടത്തിയും വ്യാജരേഖ നിർമ്മിച്ചും മാറ്റണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. സത്യസന്ധരായി സെൻകുമാറിനെ പോലെ ശ്രീരാം വെങ്കട്ടരാമനെ പോലെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ സർക്കാർ ഒരു മുതൽക്കൂട്ടാകും. ശ്രീരാം വെങ്കട്ടരാമൻ അന്തസ്സായിട്ട് പണിയെടുക്കുക. ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ സെൻകുമാർ ഞാനും വിളിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ അദ്ദേഹത്തിന്റെ ടെലിഫോണിലൂടെ സാധാരണക്കാർക്ക് വിളിക്കാന്നുള്ള ഉദ്യോഗസ്ഥനെ ഞങ്ങളുടെ BJP ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണൻമോണി പോലെ കാത്തു സൂക്ഷിക്കും. അതല്ലേ ചെയ്യേണ്ടത്? വേറൊരു കാര്യം കൂടി, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. കാരണം സത്യസന്ധനായ ഒരു IPS ഉദ്യോഗസ്ഥനെയും ഒരു IAS ഉദ്യോഗസ്ഥനെയും ഇന്ന് വരെ RSSന്റെ ശാഖയിലോ BJPയിലോ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ RSS ആയിട്ട് മുദ്ര കുത്തി തന്നതിന് നിങ്ങൾക്ക് 1000 നന്ദി അർപ്പിക്കും. വളരെ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നോക്കൂ, ഇത് ഇനി അങ്ങോട്ട് അന്വേഷിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടേണ്ടി വരുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും ആവർത്തിച്ചിട്ടുണ്ട്. സെൻകുമാർ എനിക്കെതിരായി 3 ഫയലുകൾ, വ്യാജരേഖകൾ എന്നിവർ പറയുന്ന 3 ഫയലുകൾ എങ്ങനെ വന്നു എന്നത്. അത് പോലീസിന്റെ ഉന്നത സ്ഥാനത്ത് അദ്ദേഹമാണ്, പോലീസ് മേധാവി അദ്ദേഹമാണ്. അത് അന്വേഷിക്കപ്പെടും. അത് അന്വേഷിക്കപ്പെടുമ്പോൾ എത്താവുന്ന ആ കാര്യങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിന് കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യലും കൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അത് ആ തരത്തിൽ സത്യസന്ധമായി നടപ്പാക്കുകയില്ലേ സർക്കാർ? അല്ല, അതെല്ലാം സർക്കാർ നിലപാടിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെൻകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനിച്ച് കേരളത്തിലെ ഗവൺമെന്റ് വലിയ രീതിയിൽ തെറ്റ് കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന BJPയുടെ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായി മറുപടി പറഞ്ഞിട്ടില്ല. അവിടെ മുസ്ലിമായി പോയി എന്നുള്ളതുകൊണ്ട് ജാവേദ് അഹമ്മദ് എന്ന DGPയെ 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു സമിതിയും ചേരാതെ അപ്പോൾ തന്നെ ഒഴിവാക്കുന്ന നിലയുണ്ടായി. 12 IPS ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇതൊക്കെ ശരിയായ രീതിയിൽ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രശ്നം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതിന്റെ ഒരു പ്രശ്നം അതൊരു പരാതിയായിട്ട് മുന്നോട്ട് വരാത്തിടത്തോളം, അത്
കോടതി നിയമ സംവിധാനങ്ങൾക്കകത്ത് കടന്നു പരാതി പറയാൻ പോകാത്തിടത്തോളം ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം ധൈര്യം പരാതിയുമായിട്ട് രംഗത്ത് വരാത്തിടത്തോളം താങ്കളുടെ രാഷ്ട്രീയ ആരോപണമായി മാത്രമേ നമുക്ക് മുന്നിൽ വരികയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. മാഷെ അല്ല, അത് UP സതീഷ് CPM പറഞ്ഞതാണ് സംസ്ഥാന ശരി. സെക്രട്ടറിയോട് പറയൂ, അങ്ങനെ ഒരു അദ്ദേഹത്തെ പരാതി കൈപിടിച്ചിട്ട് അങ്ങനെ ഒരു കോടതിയിൽ പരാതി കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ ഫയൽ ചെയ്യാൻ. ഒരു നിമിഷം അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ UP-യിൽ സാധിക്കുന്ന നിലയല്ല ഉള്ളത്. അവിടുത്തെ CPM ഇല്ലേ, ഈ അവർ രാജേഷിന്റെ ചെയ്യൂലേ? RS-കാർ പിന്നെ ജീവിക്കാൻ വിടുവോ? അല്ല, അവിടുത്തെ അവിടെ CPM ജീവിക്കാൻ ചെയ്യാമല്ലോ. അതല്ലേ MP രാജേഷിന് UP-ന്റെ ചെയ്യാമല്ലോ. അവസ്ഥ. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ആ അർത്ഥത്തിൽ ഇനി അങ്ങോട്ട് ജാതീയമായിട്ടോ മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഉള്ള വേർതിരിവുകൾ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ചില സ്ഥാനങ്ങളിൽ നിന്നെടുത്ത് കളയുന്നതിന് തടയുന്ന വിധിയാണ് ഈ വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ താങ്കളടക്കമുള്ള ആളുകൾ സന്തോഷിക്കുന്നു എന്നുകൂടെ പറഞ്ഞാൽ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം കൃത്യമായ സ്ഥലത്ത്. അല്ല, ഞാൻ സന്തോഷിക്കുന്നു എന്നല്ല പറയുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, കേരളം പോലെ ജനാധിപത്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും ശരിയായ ഒരു കേന്ദ്രം കേരളമാണ്, ആവാസ കേന്ദ്രം കേരളമാണ്. അല്ലാതെ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെ, അതുപോലെ തന്നെ UP പോലെ ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒന്നും ഉദ്യോഗസ്ഥന്മാർക്കോ ജനങ്ങൾക്ക് തന്നെയോ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അവർ അഭിപ്രായം പറയാൻ സാധിക്കില്ല. അവിടെ സംഘപരിവാർ വിഭാഗങ്ങൾ ശാക്തിയായി കടന്നാക്രമണം നടത്തുകയാണ്. ആ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് എങ്ങനെയാണ് പരാതി പറയാൻ സാധിക്കുക? വ്യക്തവുമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ക്ഷമിക്കണം ഇടയ്ക്ക് ഇടപെട്ടതിൽ. സ്വാഭാവികമായിട്ടും ജനാധിപത്യമുള്ളതുകൊണ്ട് ഇവിടെ പരാതി കൊടുക്കാനും നിയമ നടപടികളിലൂടെ പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. മറ്റുള്ളിടങ്ങൾ അതില്ല എന്ന് താങ്കൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് TP സെൻകുമാർ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരും അധികം താമസിയാതെ എന്ന് തന്നെയാണ് ഈ ചർച്ചക്കൊടുവിൽ ആളുകൾ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ MP ഗോവിന്ദൻ മാസ്റ്റർ, ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്റ്റുഡിയോകളിൽ എത്തിയതിന് വളരെ നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.